ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു മൊഡ്യൂൾ 6 വരുന്ന ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് എൻകോഡിംഗ് ടെക്നിക്സ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എൻകോഡിംഗ് ടെക്നിക്സ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ജനറ്റിക് അൽഗോരിതം വർക്ക്സ് ഓൺ 2 ടൈപ്സ് ഓഫ് സ്പേസസ്. നമ്മൾ ഈ ഒരു ജനറ്റിക് അൽഗോരിതം സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ് ജീനോടൈപ്പ് അതുപോലെ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതായത് രണ്ട് സ്പേസസ് ആണ് വരുന്നത്. ഒന്ന് പറഞ്ഞാൽ കോഡിംഗ് സ്പേസ്, അതാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. കോഡിംഗ് സ്പേസ് എന്ന് പറയാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ സ്പേസ് എന്ന് പറയാം. അപ്പോൾ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കോഡിംഗ് സ്പേസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ സ്പേസിൽ വരുന്ന പോപ്പുലേഷനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ? അതായത് ആക്ച്വൽ റിയൽ വേൾഡ് സൊല്യൂഷൻ സ്പേസിൽ വരുന്ന പോപ്പുലേഷനെയാണ് ഈ ഒരു ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ജസ്റ്റ് എന്താന്നുള്ളത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, so the phenotype describes the outward appearance of an individual. A transformation exists between genotype and phenotype, also called mapping. അതായത് ഇവിടെ ഫീനോടൈപ്പ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ജീനോടൈപ്പ് ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ടാണ് ഫീനോടൈപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ എന്താണ് എൻകോഡിംഗ് അതുപോലെ എന്താണ് ഡീകോഡിംഗ് എന്നുള്ള കേസ് പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ജീനോടൈപ്പിൽ നിന്ന് ഫീനോടൈപ്പിലേക്ക് എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻസ് ട്രാൻസ്ഫോം ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ഫീനോടൈപ്പിൽ നിന്ന് ജീനോടൈപ്പിലേക്ക് സൊല്യൂഷൻസ് ട്രാൻസ്ഫോം ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ടത് എൻകോഡിംഗ്, ഡിഫറെൻറ്റ് എൻകോഡിംഗ് ടെക്നിക്സ് ആണ്. ഇനി എ ക്രോമസോം റെഫേർഡ് ടു എ സ്ട്രിംഗ് ഓഫ് സർട്ടൈൻ ലെങ്ത് where all the genetic information of an individual is stored. അല്ലേ, അതായത് ക്രോമസോം എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ ആണ് അല്ലേ. നമ്മൾ ക്രോമസോമിന്റെ കേസും അത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ക്രോമസോം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സ്ട്രിംഗ് ഓഫ് സർട്ടൈൻ ലെങ്ത് അല്ലേ. അപ്പം അതിൽ ഓരോ ജീനുകൾ ഉണ്ടായിരിക്കും, ആ ജീനുകൾക്ക് വാല്യൂ ഉണ്ടായിരിക്കും. അതായത് ജനറ്റിക് ഇൻഫോർമേഷൻ ആണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പം അതാണ് പറയുന്നത്. ഈച്ച് ക്രോമസോം കൺസിസ്റ്റ് ഓഫ് മിനി എലൽസ്. എലൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വാല്യൂസ് ആണ് അല്ലേ, ജീൻ വാല്യൂസിനെയാണ് പറയുന്നത്. ഓക്കെ, they are the smallest information units in a chromosome. So, in genetic algorithm, an encoding function is used to represent mapping of the object variables to a string code. Okay, ഇനി നമുക്ക് നോക്കേണ്ടത് ഡിഫറെൻറ്റ് എൻകോഡിംഗ് ടെക്നിക്സ് ആണ്. ഇനി ടൈപ്സ് ഓഫ് എൻകോഡിംഗ് സ്കീം. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി സ്ട്രക്ചർ ഓഫ് എൻകോഡിംഗ് ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 1 dimensional and 2 dimensional. അപ്പോൾ ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, പെർമ്യൂട്ടേഷൻ ആൻഡ് വാല്യൂ എൻകോഡിംഗ് ഇതൊക്കെയാണ് 1 dimensionൽ വരുന്നത്. അതുപോലെ ട്രീ എൻകോഡിംഗ് ടെക്നിക്കാണ് 2 dimensionൽ വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് എൻകോഡിംഗ് സ്കീം എന്ന് പറയുന്നത്. ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, പെർമ്യൂട്ടേഷൻ, വാല്യൂ എൻകോഡിംഗ്, അതുപോലെ ട്രീ എൻകോഡിംഗ്. ഓക്കെ, ഇവിടെ ഫിറ്റ്നസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതായത് വാല്യൂ അതുപോലെ തന്നെ ഓർഡറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഗോൾഡ്ബർഗ്, ദി ഫിറ്റ്നസ് ഫംഗ്ഷൻ ഫോർ എൻ സ്പെസിഫിക് എൻകോഡിംഗ് സ്കീം ഡിപ്പെൻഡിങ് ഓൺ 2 ഫാക്ടേഴ്സ്, വാല്യൂ ആൻഡ് ഓർഡർ. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ബൈനറി എൻകോഡിംഗ് ആണ്. അപ്പോൾ ബൈനറി എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ക്രോമസോം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബൈനറി സ്ട്രിംഗ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ബൈനറി എൻകോഡിംഗ് എവറി ക്രോമസോം ഈസ് എൻ സ്ട്രിംഗ് ഓഫ് ബിറ്റ് 0 or 1. ഓക്കെ, ക്രോമസോം 1, ക്രോമസോം 2. അപ്പോൾ ഈ ക്രോമസോം 1, ക്രോമസോം 2 എന്നൊക്കെ പറയുന്നത് എന്താ? സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈനറി എൻകോഡിലെ ക്രോമസോംസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബൈനറി സ്ട്രിംഗ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഓരോ ബിറ്റ് എന്ന് പറയുന്നതും സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് സ്മോളർ നമ്പർ ഓഫ് ആലറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് 0, 1 എന്നുള്ള സ്മോളർ നമ്പർ ഓഫ് ആലറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് പറയുന്നത്. On the other side, each binary string represents a value with smaller number of alethes and number of chromosome can be represented. Okay, ഇനി നമ്മൾ ആ ഒരു ജനറ്റിക് അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ പിന്നെ എന്തായിരുന്നു? ഇപ്പോൾ ഇവിടെ ക്രോമസോം 1, ക്രോമസോം 2 എന്ന് പറയുന്നത് എന്താ? പാരന്റ് ആണ് അല്ലേ. ഇനി അവിടെ എന്ത് വേണം? അതായത് ക്രോസ് ഓവർ ഓപ്പറേഷൻ അതുപോലെ മ്യൂട്ടേഷൻ. ക്രോസ് ഓവർ ഓപ്പറേഷൻ നടത്തിയിട്ടാണ് ഓഫ് സ്പ്രിംഗ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്രോസ് ഓവർ ഓപ്പറേഷൻ പോസിബിൾ ഇൻ ബൈനറി എൻകോഡിംഗ് ആർ 1 point crossover, n point crossover, ഇതൊക്കെ ക്രോസ് ഓവർ മെത്തേഡ്സ് ആണ്. യൂണിഫോം ക്രോസ് ഓവർ, അരിത്മെറ്റിക് ക്രോസ് ഓവർ, ഇതൊക്കെ ഈ ഒരു ബൈനറി എൻകോഡിംഗിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും, ഓഫ് സ്പ്രിംഗ് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ ആണ്. ഓക്കെ, ദി മ്യൂട്ടേഷൻ ഓപ്പറേറ്റർ ഈസ് പോസിബിൾ ഇൻ ഫ്ലിപ്പ്. In flip mutation, bit changes from 0 to 1 and 1 to 0 based on generated mutation chromosome. വേറെ ഒന്നുമല്ല, അതായത് ഈ ഒരു ക്രോസ് ഓവർ ഓപ്പറേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓഫ്സ്പ്രിങ്ങിലെ തന്നെ ഇപ്പോൾ 0-നെ 1 ആക്കുക അല്ലെങ്കിൽ 1-നെ 0 ആക്കുക. അതായത് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഓൾട്ടർ ചെയ്യാണ്, അതായത് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതാണ് മ്യൂട്ടേഷൻ്റെ കേസ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബൈനറി എൻകോഡിങ്ങിൽ വെച്ചിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. This is generally using knapsack problem where binary encoding is used to show the presence of item. അതായത് ഇപ്പോൾ 1-0ന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1 എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, അതായത് അവിടെ ഐറ്റം പ്രസന്റ് ആണെന്നുള്ളത് കാണിക്കാനാണ്. 0 എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എ ഐറ്റം. ദെൻ ഇനി വരുന്നത് ഒക്ടൽ എൻകോഡിംഗ് ആണ്. അപ്പോൾ ഒക്ടൽ എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ക്രോമസോംസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒക്ടൽ നമ്പേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഇൻ ദിസ് എൻകോഡിംഗ് ക്രോമസോം ഈസ് റെപ്രസെന്റഡ് യൂസിങ് ഒക്ടൽ നമ്പേഴ്സ്, അതായത് 0 to 7. ഓക്കെ, കണ്ടോ, ക്രോമസോം 1, ക്രോമസോം 2, അതിലെ ഓരോ ജീനുകളും അല്ലെ, ജീൻ വാല്യൂസ് എന്ന് പറയുന്നത് 0 to 7 ഒക്ടൽ നമ്പേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി വരുന്നത് ഹെക്സാഡെസിമൽ എൻകോഡിംഗ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും, ക്രോമസോം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ 0 to 9, ദെൻ A to F അല്ലേ. കണ്ടോ, ക്രോമസോം 1, ക്രോമസോം 2, അതിലെ ജീൻ എന്ന് പറയുന്നത് 0 to 9 വരും, ദെൻ A to F വരും. അതാണ് ഹെക്സാഡെസിമൽ എൻകോഡിംഗ്. ഇനി നെക്സ്റ്റ് വരുന്നത് പെർമ്യൂട്ടേഷൻ എൻകോഡിംഗ് ആണ്. ഈ ഒരു പെർമ്യൂട്ടേഷൻ എൻകോഡിംഗ് യൂസ് ചെയ്തിരിക്കുന്നത് ഓർഡറിംഗ് പ്രോബ്ലംസിന്റെ കേസിലാണ്. In this, each chromosome represent position in a sequence. For example പറയുകയാണെങ്കിൽ traveling salesman problem. അപ്പോൾ അവിടെ എങ്ങനെയാണ്, the string of numbers represent the sequence of cities visited by the salesman. ഓക്കെ, അതായത് ഓരോ സിറ്റിയും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ, മുന്നത്തെ ഓരോ സിറ്റികൾ വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഓർഡറിംഗ് പ്രോബ്ലംസിന്റെ കേസിലൊക്കെയാണ് ഈ ഒരു പെർമ്യൂട്ടേഷൻ എൻകോഡിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. So permutation encoding is only useful for problems that have specific order. Some type of crossover and mutation correctness must be made to leave the chromosome consistent for such kind of problems. അപ്പോൾ ഈ ഒരു പെർമ്യൂട്ടേഷൻ എൻകോഡിങ്ങിൽ വരുന്ന ക്രോസ് ഓവർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, അതായത് പാർഷ്യലി മാപ്ഡ് ക്രോസ് ഓവർ, സൈക്കിൾ ക്രോസ് ഓവർ, അതുപോലെ തന്നെ ഓർഡർ ക്രോസ് ഓവർ, ഇങ്ങനെയൊക്കെയുള്ള ക്രോസ് ഓവർ ഓപ്പറേഷൻസ് എല്ലാം തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് വാല്യൂ എൻകോഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ എൻകോഡിംഗിൽ ക്രോമസോം എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, റെപ്രസെന്റഡ് ആസ് ദി സ്ട്രിംഗ് ഓഫ് സം വാല്യൂസ്. അപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻറ്റീജർ ആയിരിക്കാം, റിയൽ നമ്പർ ആയിരിക്കാം, ക്യാരക്ടർ ആയിരിക്കാം, ഓർ സം ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ഇപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണെങ്കിൽ അവിടെ വരുന്ന ക്രോസ് ഓവർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് സെയിം ബൈനറി കോഡിംഗിൽ നമ്മൾ പറഞ്ഞല്ലോ, സെയിം ഓപ്പറേഷൻസ് തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി values can be anything connected to problem, form numbers, real numbers or characters to some complicated object. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. അപ്പോൾ ക്രോമസോം 1, ക്രോമസോം 2. ഇപ്പോൾ ക്രോമസോം 1 എങ്ങനെ കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മൾ പറഞ്ഞു വാല്യൂസ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കാം, റിയൽ നമ്പേഴ്സ് ആയിരിക്കാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്രോമസോം 2 എങ്ങനെ കൊടുത്തിരിക്കുന്നത്, അതായത് ക്യാരക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കാം, റിയൽ നമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ഇതാണ് വാല്യൂ എൻകോഡിംഗ്. ഇനി ഈ ഒരു വാല്യൂ എൻകോഡിംഗ് യൂസ് ചെയ്യുന്നത് ന്യൂറൽ നെറ്റ്വർക്സിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് വെയിറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദിസ് എൻകോഡിംഗ് ഈസ് ജനറലി യൂസിങ് ഫൈൻഡിങ് വെയ്റ്റ്സ് ഫോർ ന്യൂറൽ നെറ്റ്വർക്സ്. അപ്പോൾ ക്രോമസോം വാല്യൂ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് വെയ്റ്റ്സ് ഫോർ ഇൻപുട്സ്. ഓക്കെ, ക്രോമസോം വാല്യൂ റെപ്രസെന്റ് കറസ്പോണ്ടിങ് വെയിറ്റ് ഫോർ ഇൻപുട്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രീ എൻകോഡിംഗ് ആണ്. അപ്പോൾ എന്തിനാണ് ട്രീ എൻകോഡിംഗ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ ജനറ്റിക് പ്രോഗ്രാംസ് തന്നെ എന്തെങ്കിലും ഫങ്ഷൻസ്, എക്സ്പ്രഷൻസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യണം. അതായത് ക്രോമസോമുകളെ, അതായത് ക്രോമസോം എന്ന് പറയുന്ന സൊല്യൂഷൻ അല്ലേ, അവിടെ വരുന്നത് ഒന്നെങ്കിൽ എക്സ്പ്രഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ് ട്രീ എൻകോഡിംഗ് യൂസ് ചെയ്യുന്നത്. സോ ട്രീ എൻകോഡിംഗിൽ ഓരോ ക്രോമസോം എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ട്രീ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, chromosome is a tree of some object such as function or command in programming language. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ representation of an expression in binary tree form as shown in figure. ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. ക്രോമസോം 1, ക്രോമസോം 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്രോമസോം 1 എന്താ പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് അല്ലേ. ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ഒരു ട്രീ സ്ട്രക്ചറിലാണ് റെപ്രസെന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രോമസോം 2ന്റെ കേസിൽ എന്താ, ഒരു പ്രോഗ്രാം സെക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ട്രീ എൻകോഡിംഗ്. So
Tree encoding is good for evolving programs. Lisp is useful in this encoding as it helps in constructing tree for parsing. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രോസ് ഓവർ മ്യൂട്ടേഷൻ ഒക്കെ ഈസി ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്രോമസോം എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്, ട്രീ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്രോമസോംസ് ആർ ഫങ്ഷൻസ് റെപ്രസെന്റഡ് ഇൻ എ ട്രീ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു എൻകോഡിംഗ് ടെക്നിക്സ് നന്നായിട്ട് പഠിക്കുക. കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.